ഹൈ ഗൈസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നിഹാൽ സാറിൻ്റെ ഒരു പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. എക്സാം ഒക്കെ അടുത്ത് വരികയാണ്. ഇനി എങ്ങനെ വരാനിരിക്കുന്ന നമ്മുടെ പരീക്ഷകളെ നല്ല എളുപ്പത്തിൽ ഉഷാറാക്കാനായിട്ട് നമ്മൾ പഠിച്ച കണ്ടന്റ് നമ്മൾ അത് ലൈക്ക് നമ്മൾ കയ്യിലുള്ള ചിലപ്പോൾ ഒരു PDF നോട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ചാപ്റ്റേഴ്സിന് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ മൈൻഡ് മാപ്പും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഫ്ലാഷ് കാർഡ് അതുപോലെ ഓഡിയോ നോട്ട് അങ്ങനെ എല്ലാം ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് നിങ്ങളെ കയ്യിലേക്ക് എത്തുന്ന ഒരു AI ടൂളാണ് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. നിർബന്ധമായും നമ്മൾ വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത്. ആദ്യമായി കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഗൂഗിൾ എല്ലാം ഒന്ന് സെർച്ച് ചെയ്യാം. ഗൂഗിൾ എല്ലാം ജസ്റ്റ് നിങ്ങൾ എടുക്കുക എന്ത് ചെയ്യാം, ഗൂഗിൾ എല്ലാം സെർച്ച് ചെയ്യുക. ഓക്കെ, ഗൂഗിൾ എല്ലാം സെർച്ച് ചെയ്ത് ഇതേപോലെ വരും. അതിൽ കണ്ട് നിങ്ങൾ സ്റ്റഡി നോട്ട് ആൻഡ് മീറ്റ് മൈൻഡ് മാപ്പ് ഒക്കെ കാണാം അല്ലേ, ഗൂഗിൾ നോട്ട് എല്ലാം ഡോട്ട് ഗൂഗിൾ. അതിൽ നിങ്ങൾക്ക് താഴെ കാണാം ഗൂഗിൾ നോട്ട്ബുക്ക് ഡോട്ട് എല്ലാം ഡോട്ട് നോട്ട്ബുക്ക് എല്ലാം ഡോട്ട് ഗൂഗിൾ എന്ന് കാണാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ നിങ്ങൾക്ക് കാണാം സ്റ്റാൻഡേർഡ് ഇത് കാണാം. അതിൽ ട്രൈ ഗൂഗിൾ എല്ലാം എന്ന് ക്ലിക്ക് ചെയ്യുക. നേരെ നിങ്ങളൊരു എന്ത് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഒരു ജിമെയിൽ അവിടെ ലോഗിൻ ചെയ്യാൻ വേണ്ടി കാണിക്കും. നിങ്ങളുടെ ജിമെയിൽ കൊടുത്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യാം. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് എ ന്യൂ നോട്ട്ബുക്ക് എന്നാണ് ഇവിടെ, അത് നിങ്ങൾ നേരെ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് എ നോട്ട്ബുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു സോഴ്സ് അപ്ലോഡ് ചെയ്യാൻ പറയും. അത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൻ്റെ PDF ടെക്സ്റ്റ് ബുക്ക് ആണോ അല്ലെങ്കിൽ നോട്ട് ബുക്ക് ആണോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ചാപ്റ്ററിൻ്റെ ജസ്റ്റ് എന്ത് ചെയ്യുക, സ്കാൻ ചെയ്ത് ഫോട്ടോ എടുത്ത് PDF ആക്കി വെച്ചാൽ മതി. ആ PDF നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ +1 ആദ്യം ഒരു പൊളിറ്റിക്സിലെ ചാപ്റ്റർ ഒരു PDF ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നു. ആ PDF ഞാൻ കൊടുക്കുകയാണ്. ആ PDF ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണല്ലേ. പിന്നെ +1 പൊളിറ്റിക്സിൻ്റെ PDF അപ്ലോഡ് ചെയ്യുന്നത് കാണാം. ഇനി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗൂഗിൾ എല്ലാം ഒന്ന് അനലൈസ് ചെയ്യും. എന്നിട്ട് ഇത് എന്താണ് ഈ പിന്നെ PDF ഉള്ളതെന്ന് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. അതിങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നേരെ കാണിക്കും എന്താണ് ഇതിലുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ എന്താ ഓഡിയോ ഉണ്ട്, വീഡിയോ ഉണ്ട്, മൈൻഡ് മാപ്പ് ഉണ്ട്, റിപ്പോർട്ട്സ്, ഫ്ലാഷ് കാർഡ്, ക്വിസ്, ഇൻഫോഗ്രാഫ്, സ്ലൈഡ്, അങ്ങനെ ഒരുപാട് ടൂൾസ് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് ഉണ്ടാക്കി തരും. ഇത് ഓക്കെ, ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് അപ്ലോഡ് ആവട്ടെ. അതുപോലെ തന്നെ നമുക്കിവിടെ പ്രോംപ്റ്റ് കൊടുക്കും കേട്ടോ. ഇപ്പോൾ സ്റ്റാർട്ട് ടൈപ്പിംഗ്. ഈ ഒരു PDF വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഇതിൻ്റെ ഷോർട്ട് നോട്ടാണോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നെ എക്സാം ക്വസ്റ്റ്യൻസ് ആണോ, ഇതെന്ന് ചോദിക്കുന്ന പുതിയ ടൈപ്പ് നമ്മുടെ MCQ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളാണോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആണോ, എന്ത് വേണം അവിടെ എത്തി. ദ ഫംഗ്ഷൻസ് ആൻഡ് ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഈ ഒരു PDF പ്രധാനമായി ഡിസ്കസ് ചെയ്യുന്ന കാര്യം. ഓക്കെ, ഇപ്പം ഞാനിവിടെ അടിച്ചു കൊടുക്കുകയാണ്. പിന്നെന്താണ് പിന്നെ എന്താണ് ഗിവ് മീ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ MCQ ആയിക്കോട്ടെ, പുതിയ 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 പാറ്റേൺ അല്ലേ. പിന്നെ ഇവിടെ ഗിവ് മീ 10 സ്റ്റേറ്റ്മെന്റ് ലെവൽ MCQ. ഓക്കെ, ഞാൻ കൊടുത്ത് സ്റ്റേറ്റ്മെന്റ് ലീക്ക് MCQ എന്നാ പോലെ അല്ലേ, ടൈപ്പ് ചെയ്തതിൽ ചെറിയ മിസ്റ്റേക്ക് ആണ്, കുഴപ്പമില്ല. പ്രോസസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് കറക്റ്റ് കിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് പ്രോംപ്റ്റ് മാറ്റി കൊടുക്കേണ്ടി വരും. യെസ്, എന്താണ് ഇതിൻ്റെ ഷോർട്ട് നോട്ട് ആവും. നമ്മൾ പ്രോംപ്റ്റ് കൊടുത്ത് ചെയ്യാൻ മിസ്റ്റേക്ക്, കുഴപ്പമില്ല. നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് നോക്കി, നിങ്ങൾ ഇവിടെ മൈൻഡ് മാപ്പ് ഉണ്ട്. മൈൻഡ് മാപ്പ്, അത് റിപ്പോർട്ട്സ്, ക്വിസ് ഉണ്ട്, ഫ്ലാഷ് കാർഡ് ഉണ്ട്. ഇതൊക്കെ ക്ലിക്ക് ചെയ്താൽ ഇതൊക്കെ ഇവർ ജനറേറ്റ് ചെയ്ത് തരും. ഓക്കെ, ഇവിടെ മൈൻഡ് മാപ്പ് ജനറേറ്റ് ചെയ്തുകൊണ്ട് ക്വിസ് ജനറേറ്റ് ചെയ്തുകൊണ്ട് കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും. ഓക്കെ, യെസ്, മൈൻഡ് മാപ്പ് ഒന്നുണ്ട്. ജസ്റ്റ് മൈൻഡ് മാപ്പ് നോക്കാം നമുക്ക്. പ്രധാനമായി ഈ ചാപ്റ്ററിൻ്റെ മൈൻഡ് മാപ്പ് ആട്ടോ. ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കി നിങ്ങൾ. ഫംഗ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷൻ്റെ കറക്റ്റ് പറയുന്നല്ലോ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ, അതായത് നമുക്ക് പഠിക്കാനുള്ള കാര്യത്തെ കറക്റ്റോടെ കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത് പിന്നെ പ്രൊവിഷൻസ് ബോറോഡ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. നമ്മൾ മറ്റു പല രാജ്യത്തും നമ്മൾ ബോറോ ചെയ്ത പല കാര്യങ്ങളും ഒറ്റ ക്ലിക്കിൽ ഫുള്ള് കിട്ടി. ബ്രിട്ടൻ നമ്മൾ എന്തൊക്കെയാണ് ബോറോ ചെയ്തത് അല്ലേ, ഫസ്റ്റ് പാസ് പോസ്റ്റ് സിസ്റ്റം, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭരണഘടന അസംബ്ലിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ഹിസ്റ്ററി, ഫോർമേഷൻ, പിന്നെ കീ പേഴ്സണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അറേഞ്ച്മെൻറ്റ് അല്ലേ. കീ പേഴ്സൺസ് ആരൊക്കെയാണ്, പ്രധാനമായും BR അംബേദ്കർ ഉണ്ട്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ക്യൂസ് ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്ലാഷ് കാർഡിൽ എന്ത് കാണാം, ഇതിൽ വാട്ട് ഈസ് വൺ ഓഫ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ റിഗാർഡിംഗ് ഗവൺമെന്റ് ഓഫ് അതോറിറ്റി അല്ലേ. നമുക്ക് ഇവിടെ ആൻസർ കാണാം, സി ആൻസർ എന്നാൽ ആൻസർ കാണാം. അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ. ഇതേപോലെ നമുക്ക് നിങ്ങൾ ഫ്ലാഷ് കാർഡ് പോലെ ഓരോ ക്വസ്റ്റ്യനോട് ഉണ്ടാക്കി തരും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് ഷോർട്ട് നോട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ഗിവ് മീ ഷോർട്ട് നോട്ട് ഫോർ ദിസ് ചാപ്റ്റർ കൊടുത്തിട്ടോ. യെസ്, കറക്റ്റ് വന്നിന്. കാരണം ചെറിയ കീബോർഡ് ആയതുകൊണ്ട് ചെറിയ മിസ്റ്റേക്ക് വരും. ഓക്കെ, എന്താ വരും നോക്കാം നമുക്ക്. ഇനിയിപ്പോൾ നിങ്ങൾ മാത്സ് ആണെങ്കിൽ മാത്സ് ചാപ്റ്റർ അപ്ലോഡ് ചെയ്യാം, എന്നിട്ട് ക്വസ്റ്റ്യൻസ് തരാൻ വേണ്ടി പറയാം നിങ്ങൾക്ക്. അതൊക്കെ അവിടെ വർക്കൗട്ട് ഏറ്റവും ബെസ്റ്റായി നിങ്ങൾ കൊടുത്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് വരുതാ.
യെസ്, ഇതിനെ മൊത്തം ഷോർട്ട് കൊണ്ട് വരുന്ന നോക്കുന്ന യെസ്, ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വളരെ ഷോർട്ട് നോട്ട് പോലെ എന്ത് ചെയ്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ഓഡിയോ നോട്ട് കൊണ്ട് ജസ്റ്റ് ഇവിടെ ഓഡിയോ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഓഡിയോ ഉണ്ട്, നിങ്ങൾ റൈറ്റ് സൈഡിൽ ഓഡിയോ ക്ലിക്ക് ചെയ്താൽ ഓഡിയോ നോട്ട് കൊണ്ട് വരും. ഓഡിയോ താഴെ ഇവിടെ കാണാം, ഓഡിയോ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ക്യുസ് ഉണ്ട്, ക്യുസ് നമ്മളുണ്ടാക്കി ക്യുസ് ഇവിടെ കാണാം, നമ്മളുണ്ടാക്കി ക്യുസ് ഇതാ ഉണ്ടോ, ക്യുസ് ഉണ്ട്, MCQ ലെവൽ ക്യുസുകളാണ്. According to source of material, what is the primary reason constitution movement limitation government of power to the right of individual to establish strong national identity to ensure the government operates with maximum efficiency to outline. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഹിൻസ് വേണമെങ്കിൽ അത് തരും അല്ലേ. അപ്പോൾ അതൊക്കെ ഇവിടെ കറക്റ്റ് തരും, ക്വസ്റ്റ്യൻസ് തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മളിതൊന്നും ഉണ്ടാക്കി കഷ്ടപ്പെടണ്ട, നമ്മളിത് കൊടുത്താൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ തരും. ആ ചാപ്റ്റർ എങ്ങനെയൊക്കെ പഠിക്കാം എന്നുള്ളതൊക്കെ ഇവർ പറഞ്ഞു തരും. ഓക്കെ, ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത് നോക്കാം. നമ്മുടെ ഓഡിയോ കുറച്ച് സമയം എടുക്കും. കാരണം എന്താണ്, ഓഡിയോ ഇതിനെ മൊത്തം കാര്യങ്ങൾ ഓഡിയോ ഒക്കെ അവർ പറഞ്ഞു തരും. ഒരു ക്ലാസ് ഇനി വീഡിയോ അങ്ങനെ ക്ലിക്ക് ചെയ്താലുണ്ടല്ലോ, ഈ കൊടുത്ത PDF വീഡിയോ ക്ലാസ് ആക്കി അവർ പറഞ്ഞു തരും. ഇതിൽ കൂടുതൽ നമുക്ക് എന്താ വേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പഠനത്തെ ഒന്നുകൂടി ഉഷാറാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഏറ്റവും നന്നായി പഠിക്കുക, എല്ലാ റിസോഴ്സിനും മാക്സിമം ഉപയോഗപ്പെടുത്തി പഠിക്കാം. അപ്പോൾ നിഹാൽ സാറിൻ്റെ ചാനൽ ആദ്യമായി കാണാൻ സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് നേരുകയാണ്. പോരാനിരിക്കുന്ന എല്ലാ പരീക്ഷകളും നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. പുത്തനായുള്ള ഒരുപാട് ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അഡ്വാൻസ് ആയ സ്റ്റഡിയിലേക്ക് പോയിട്ട് പഠനത്തിലൂടെ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ സാധിക്കേണ്ടത് മാത്രം പ്രാർത്ഥിക്കുന്നു. ഇനി അങ്ങോട്ട് ഒരുപാട് കണ്ടന്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. സോ ഫോളോ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.